المدرسة الربانية كونوا ربانيين. الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلى الله على نبينا محمد وآله وصحبه أجمعين. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാനമുള്ള സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അള്ളാഹുവിനെ തഖ്വ ചെയ്ത് സൂക്ഷ്മതയും ക്രമവും ചിട്ടയുമാർന്ന ജീവിതം നയിക്കാൻ എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യുന്നു, ഉണർത്തുന്നു. മരിക്കുവോളം അള്ളാഹുവിൻ്റെ തൃപ്തിയിലായി പൊരുത്തത്തിലായി ജീവിക്കാൻ അള്ളാഹു നാം ഏവർക്കും നല്ല തൗഫീഖ് നൽകട്ടെ. ഹക്ക് ഹക്കായി മനസ്സിലാക്കാനും അതിനെ പിന്തുടരാനും ബാത്തിലാണെന്നറിഞ്ഞ് അതിനെ വർജിക്കാനും അള്ളാഹു നാം ഏവർക്കും നല്ല തൗഫീഖ് നൽകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ മനുഷ്യരുടെ സൃഷ്ടിപ്പിനെ സംബന്ധിച്ച് പറയുന്നത് അവരെ വളരെ ദുർബലരായിക്കൊണ്ടാണ് സൃഷ്ടിക്കപ്പെട്ടത് എന്നാണ്. അള്ളാഹു പറയുന്ന പ്രകാരം കാണാം, യുരീദുല്ലാഹു അൻ യുഖഫിഫ അൻകും. അള്ളാഹു നിങ്ങളുടെ മേൽ ലഘൂകരിക്കാനാണ്, ശരീഅത്തിൻ്റെ നിയമങ്ങൾ പ്രയാസകരമല്ലാതെ ലഘൂകരിക്കാനാണ് അള്ളാഹു ഉദ്ദേശിക്കുന്നത്. വഖുലിഖൽ ഇൻസാനു ദഈഫ. മനുഷ്യൻ ദുർബലനായിക്കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടു എന്നാണ്. ഈ ദുർബലത മുഫസ്സിരീങ്ങൾ വിശദീകരിക്കുന്നിടത്ത് കാണാം, ഇമാം അല്ലാമ സഅദി റഹിമഹുല്ല പറഞ്ഞത് കാണാം, അത് മനുഷ്യരുടെ സൃഷ്ടിപ്പിൽ ദുർബലതയുണ്ട്. അവരുടെ ഉദ്ദേശങ്ങളിൽ ദൃഢമായ തീരുമാനമെടുക്കുന്ന കാര്യത്തിൽ, ഈമാനിൻ്റെ കാര്യത്തിൽ, ക്ഷമയുടെ കാര്യത്തിൽ, ഇതിലെല്ലാം മനുഷ്യർ ദുർബലരാണ്. ഇങ്ങനെ ദുർബലരാണ് എന്നുള്ളതിനാൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ മേൽ ശരീഅത്തിൻ്റെ നിയമങ്ങൾ ലഘൂകരിക്കുവാനാണ് ഉദ്ദേശിക്കുന്നത്. മനുഷ്യൻ്റെ പ്രകൃതം ദുർബലതയാണ് എന്നതാണ്. അതുകൊണ്ട് തന്നെ പലപ്പോഴും പല കാരണങ്ങളാൽ തിന്മകളിൽ അകപ്പെട്ടു പോകാൻ ധാരാളം സാധ്യതകൾ മനുഷ്യരുടെ മുന്നിലുണ്ട്. പ്രത്യേകിച്ചും ഫിത്നകൾ വ്യാപിക്കുന്നതായ കാലത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് കാണാം, യഅതി സമാനുൻ അലാ ഉമ്മത്തി. എൻ്റെ ഉമ്മത്തിൻ്റെ മേൽ ഒരു കാലം വരും, അൽ ഖാബിദു അലാ ദീനിഹി കൽ ഖാബിദി അലൽ ജംർ. അന്ന് ദീൻ മുറുകെ പിടിച്ച് ജീവിക്കുന്ന ആളുകൾ തീക്കനൽ കയ്യിൽ പിടിക്കുന്നവരെ പോലെയായിരിക്കും. തീക്കനൽ കയ്യിൽ പിടിച്ചാൽ അവന് സാധിക്കുകയില്ല. എത്രയും വേഗം അതിന് തട്ടിത്തെറിപ്പിക്കാൻ ശ്രമിക്കും, അല്ലെങ്കിൽ കഠിനമായ പ്രയാസം നേരിടേണ്ടി വരും. അതേപോലെയായിരിക്കും ആ കാലത്ത് ഫിത്നകൾ വ്യാപിക്കുമ്പോൾ ദീൻ മുറുകെ പിടിച്ച് ജീവിക്കുക എന്നുള്ളത് പ്രയാസകരമായിരിക്കും. അപ്പോൾ ഫിത്നകൾ വ്യാപകമായി കഴിഞ്ഞാൽ മനുഷ്യർ ദുർബലനാണ് എന്നതിനോട് കൂടെ പലപ്പോഴും തിന്മകളിൽ അകപ്പെട്ടു പോകാം. ഇത് മനുഷ്യൻ്റെ ഒരു പ്രകൃതമാണ്.
റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് കാണാം. വളരെ പ്രധാനപ്പെട്ട ഈ വിഷയത്തിൽ വിശ്വാസികൾ മനസ്സിലാക്കേണ്ട ഒരു സന്ദേശമുണ്ട്. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വല്ലദീ നഫ്സി ബിയദി, എൻ്റെ നഫ്സ് ഏതൊരുവൻ്റെ കയ്യിലാണോ അവൻ തന്നെ സത്യം, അള്ളാഹു തന്നെ സത്യം. അള്ളാഹുവിനെ സത്യം ചെയ്തുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, ലൗലം തുദ്നിബൂ, നിങ്ങളെങ്ങാനും പാപം ചെയ്യുന്നവരല്ല എങ്കിൽ, പാപം ചെയ്യുന്നില്ല എങ്കിൽ, നിങ്ങൾ പാപങ്ങൾ ചെയ്യുന്നില്ല എങ്കിൽ, ലദഹബല്ലാഹു ബിക്കും, അള്ളാഹു നിങ്ങളെ ഇവിടെ നിന്ന് നീക്കിക്കളയും. വഅതാ ബിഖൗമി, എന്നിട്ട് വേറൊരു ജനതയെ അള്ളാഹു കൊണ്ടുവരും. യുദ്നിബൂൻ, അവർ പാപങ്ങൾ ചെയ്യും. ഫയസ്തഗ്ഫിറൂൻ, എന്നിട്ട് അള്ളാഹുവിനോട് പാപമോചനം തേടിക്കൊണ്ടിരിക്കും. ഫയഗ്ഫിറുല്ലാഹു ലഹും, അങ്ങനെ അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കും. ഇത് അള്ളാഹുവിൻ്റെ കൗനിയായ പ്രാപഞ്ചികമായ ഒരു നിയമമാണ്, ഒരു നടപടിക്രമമാണ്, സുന്നത്താണ്. മനുഷ്യരിൽ പാപങ്ങൾ സംഭവിക്കും. പാപങ്ങൾ സംഭവിച്ചാൽ അതിൻ്റെ പ്രത്യാഘാതങ്ങളുണ്ട് പലപ്പോഴും. ആ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകാതെ അതിൽ നിന്ന് എങ്ങനെ മനുഷ്യനെ രക്ഷപ്പെടാം, എങ്ങനെ പാപങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ സുരക്ഷിതമായ വഴി ഒരു വിശ്വാസിക്ക് സ്വീകരിക്കാം എന്നതിനെ സംബന്ധിച്ച് അഹ്ലുസുന്നയുടെ ഉലമാക്കൾ പഠിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ചില ഖായിദകളുണ്ട്. അതിനെ സംബന്ധിച്ചാണ് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ഖുതുബയിൽ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. മനുഷ്യർ സ്വാഭാവികമായും പാപം ചെയ്യുന്നവരാണ്. പക്ഷേ ഈ വിഷയത്തിൽ നല്ല സൂക്ഷ്മത പാലിച്ചാൽ പാപങ്ങൾ പരമാവധി കുറയ്ക്കാനും എന്തെങ്കിലും സംഭവിച്ചു പോയി കഴിഞ്ഞാൽ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ ഏൽക്കാതെ രക്ഷപ്പെടാനും അള്ളാഹുവിൻ്റെ തൃപ്തി കരഗതമാക്കാനും സാധിക്കും. അങ്ങനെയുള്ള ചില കാര്യങ്ങളാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ ഒന്നാമത്തെ കാര്യം, ഇസ്ലാം ചില ചുവന്ന നാടകൾ മനുഷ്യൻ്റെ മുന്നിൽ സ്ഥാപിച്ചിട്ടുണ്ട്. അത് വിട്ടുകടക്കാൻ പാടില്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ ചില അപകട മേഖലകളുണ്ട്. അങ്ങനെ പരിചയപ്പെടുത്തിയിരിക്കുന്ന അപകട മേഖലകളിലേക്ക് അടുക്കാതിരിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അങ്ങനെയുള്ള പാപങ്ങൾ ഒരു വിശ്വാസിയിൽ നിന്ന് സംഭവിച്ചുകൂടാ. ഇത് വളരെ ശ്രദ്ധയോടെ വിശ്വാസി ജാഗ്രത പാലിക്കേണ്ട കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അടുക്കരുത് എന്ന് പഠിപ്പിച്ചിരിക്കുന്ന, ചുവന്ന വര വരച്ചിരിക്കുന്ന, അപകട മേഖലയായി പരിചയപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങൾ, അങ്ങനെയുള്ള പാപങ്ങൾ എന്നിൽ നിന്ന് സംഭവിക്കരുത് എന്ന് ദൃഢമായ തീരുമാനമെടുക്കേണ്ടതുണ്ട് വിശ്വാസം. അങ്ങനെയുള്ള ചില പാപങ്ങൾ ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നും ഉലമാക്കൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യം ഷിർക്ക്, കുഫർ പോലുള്ളതായ പാപങ്ങൾ സംഭവിക്കാതിരിക്കുക എന്നതാണ്. ഷിർക്കും കുഫറും പോലുള്ളതായ പാപങ്ങൾ സംഭവിച്ചാൽ അതൊരു മനുഷ്യനെ തീരാനഷ്ടത്തിലാക്കും. തൗബ ചെയ്യാതെയാണ് ഒരുവൻ ഷിർക്ക് കുഫറിൽ അകപ്പെട്ട് മരിക്കുന്നത് എങ്കിൽ കാലാകാലം അവൻ നരകത്തിലാണ്, പിന്നീട് അവന് രക്ഷയില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള പാപങ്ങളിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. പ്രത്യേകിച്ചും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഉമ്മത്തിന് ശക്തമായ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റിസാലത്തിനെ അംഗീകരിക്കുന്ന ഈ ഉമ്മത്തിൽ ശിർക്ക് വന്നുപെടും എന്ന് നബി ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ പറയുകയാണ്, സമിഅതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടു, ലാ യദ്ഹബുൽ ലൈലു വന്നഹാർ, രാവും പകലും ഇല്ലാതെയാവുകയില്ല, അതായത് ഖിയാമത്ത് നാൾ സംഭവിക്കുകയില്ല, ഹത്താ തുഅബദൽ ലാത്ത് വൽ ഉസ്സ, ലാത്തയും ഉസ്സയും വീണ്ടും ഇബാദത്ത് ചെയ്യപ്പെടുന്നത് വരെയും. ലാത്തയെയും ഉസ്സയെയും ഇബാദത്ത് ചെയ്യുന്നവരായിരുന്നു ജാഹിലിയ്യത്തിലെ കുഫാറുകൾ, മുശ്രിക്കുകൾ. ലാത്ത എന്നത് ആളുകൾക്ക് വെള്ളം കൊടുത്തുകൊണ്ടിരുന്ന ഒരു മനുഷ്യനാണ്. ഹജ്ജിന് വരുന്ന ആളുകൾക്ക് അദ്ദേഹത്തിൻ്റെ മരണശേഷം അദ്ദേഹത്തിൻ്റെ ഖബറിടത്തിൽ ആളുകൾ ഇഅ്തികാഫിൽ നിന്നാണ്. അതാണ് ലാത്തക്കുള്ള ഇബാദത്ത് എന്ന് മുഫസ്സിരീങ്ങൾ പറയുന്നത് കാണാം. അങ്ങനെയുള്ള ഇബാദത്തുകൾ തിരികെ വന്നിട്ടല്ലാതെ രാപ്പകലുകൾ അവസാനിക്കുകയില്ല, ഖിയാമത്ത് നാൾ ഉണ്ടാവുകയില്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വീണ്ടും ഇതുപോലുള്ള ശിർക്കുകൾ രംഗപ്രവേശനം ചെയ്യും എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശം.
മറ്റൊരു ഹദീസിൽ കാണാം, ലതത്തബിഉന്ന സനന മൻ ഖബ്ലകും, നിങ്ങളുടെ മുമ്പ് ജീവിച്ചു പോയ പല സമൂഹങ്ങളുടെയും നടപടിക്രമങ്ങളെ നിങ്ങൾ പിന്തുടരുക തന്നെ ചെയ്യും. ശിബ്റൻ ബിശിബ്രി, ചാണിന് ചാണായി പിന്തുടരും. വളരെ ഗൗരവത്തിലാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ദിറാഅൻ ബിദിറാ, മുഴത്തിന് മുഴമായി നിങ്ങൾ എന്ത് ചെയ്യും? അവരെ പിന്തുടരും. ഹത്താ ലൗ സലകൂ ജുഹറ ദുബ്ബിൻ ലസലക്തുമു, അവരെങ്ങാനും ഒരു ഉടുമ്പിൻ്റെ മാളത്തിലേക്ക് പ്രവേശിച്ചാൽ നിങ്ങളും പ്രവേശിക്കും. സ്വഹാബികൾ ചോദിച്ചു, ജൂത നസാറാക്കളെയാണ് ഉദ്ദേശിക്കുന്നത്? സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഫമൻ, അവരെ അല്ലാതെ പിന്നാരെയാണ്. അപ്പോൾ മുൻഗാമികളായ പല സമൂഹങ്ങളിലും ഷിർക്ക് കുഫറുകൾ വന്നിട്ടുണ്ട്. അവരുടെ അമ്പിയാക്കൾ പഠിപ്പിച്ചിരിക്കുന്ന തൗഹീദിൽ നിന്ന് വ്യതിചലിച്ചിട്ടുണ്ട്. അങ്ങനെ ഷിർക്കിലും കുഫറിലും പല വിദഅത്തുകളിലും അവരകപ്പെട്ടു പോയി. ഇതേപോലെ നിങ്ങളും അവരുടെ മാർഗത്തെ പിന്തുടരുക തന്നെ ചെയ്യും എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇത് മരണവേളയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉമ്മത്തിന് പഠിപ്പിച്ചതാണ്. ലഅനല്ലാഹു യഹൂദ വന്നസാറ ഇത്തഖദു ഖുബൂർ അംബിയാഇഹിം മസാജിദ്. ജൂത നസാറാക്കൾ വഴിപഴച്ചു പോകാനുള്ള കാരണം കഴിഞ്ഞ ഖുതുബയിൽ നാം സൂചിപ്പിച്ചതാണ്. അള്ളാഹു അവരെ ശപിക്കാനുള്ള കാരണം അവർ അവരുടെ അമ്പിയാക്കളുടെ ഖബറിടങ്ങൾ എന്ത് ചെയ്തു? ആരാധനക്കുള്ള കേന്ദ്രങ്ങളാക്കി മാറ്റി എന്നുള്ളതാണ്. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ ശപിച്ചു. അവരുടെ മേൽ അള്ളാഹുവിൻ്റെ കോപം ഇറങ്ങി, അവർ വഴിപഴച്ചു പോയി എന്നുള്ളതാണ്. അപ്പോൾ ഈ രീതിയിലുള്ള ഷിർക്കുകൾ, കുഫറുകൾ സമൂഹത്തിൽ വ്യാപകമാണ്. മുസ്ലിം സമൂഹത്തിലേക്ക് അള്ളാഹുവിനെ ധിക്കരിക്കുന്ന, ഷിർക്ക് വെക്കുന്ന പല പല നടപടിക്രമങ്ങൾ, പ്രാർത്ഥനകളിലൂടെ, ഇസ്തിഗാസകളിലൂടെ, നേർച്ചകളിലൂടെ, തവാഫുകളിലൂടെ, അറവുകളിലൂടെ, പല രീതിയിലും ഇബാദാത്തുകൾ അള്ളാഹു അല്ലാത്ത സൃഷ്ടികൾക്ക് അർപ്പിക്കുന്ന നടപടിക്രമങ്ങൾ കാണുന്നുണ്ട്. ഇതിൽ വലിയ ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. കാരണം ഷിർക്ക് ചെയ്യുന്നവനായി ഒരാൾ മരണപ്പെട്ടാൽ അവന് രക്ഷയില്ല എന്നുള്ളതാണ്. അതേപോലെ തന്നെ കുഫർ സംഭവിക്കുക. ഒരാൾ നമസ്കാരം ഒഴിവാക്കുന്നു, നമസ്കാരം അതിൻ്റെ സമയത്ത് നിന്ന് കാരണമില്ലാതെ പിന്തിക്കുന്നു, നമസ്കരിക്കുന്നില്ല, അത് കുഫർ സംഭവിക്കുന്നതാണ്. ഈമാനും കുഫറും തമ്മിലുള്ള പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം നമസ്കാരം നിലനിർത്തലാണ്. അള്ളാഹു കൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങളിൽ നമസ്കാരം ഒരാൾ നിലനിർത്തുന്നില്ല എങ്കിൽ അവനിൽ കുഫർ സംഭവിക്കുമെന്ന് സഹാബികൾ മനസ്സിലാക്കിയിരുന്നു എന്നാണ്. പല ആളുകളും അതുപോലുള്ള കാര്യങ്ങളിൽ ഗൗരവം പാലിക്കുന്നില്ല. ചിലപ്പോൾ നമസ്കരിക്കും, തോന്നുന്ന സമയത്തായിരിക്കും നമസ്കരിക്കുന്നത്. ചില ദിവസങ്ങളിൽ നമസ്കരിക്കും, ചിലപ്പോൾ നമസ്കരിക്കുകയില്ല. നമസ്കാരം ഉപേക്ഷിക്കുന്നത് കുഫറിൽപ്പെട്ടതാണ്. അതേപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയിരിക്കുന്ന നിയമങ്ങൾ, ഏത് നിയമമാകട്ടെ, ഖുർആനിലും തിരുസുന്നത്തിലും സ്ഥിരപ്പെട്ട സുന്നത്തുകളിൽ വന്നിരിക്കുന്ന ഏത് നിയമങ്ങളാകട്ടെ, ആ നിയമങ്ങൾ പരിഹസിക്കുന്ന ചില ആളുകളുണ്ട്. ചില ചാനൽ ചർച്ചകളിലെല്ലാം കാണാം, ഇസ്ലാമിൻ്റെ പേരിൽ ചില ആളുകൾ കയറിയിരിക്കും, എന്നിട്ട് പല നിയമങ്ങളും പരിഹസിക്കുന്നു, കളിയാക്കുന്നു, അതൊന്നും ഇസ്ലാമിൽപ്പെട്ടതല്ല എന്ന് പറയുന്ന ആളുകളുണ്ട്. ഖുർആനിലും സുന്നത്തിലും സ്ഥിരപ്പെട്ടിരിക്കുന്ന പല നിയമങ്ങളുമായിരിക്കും. അതിനെ കളിയാക്കുന്നവർ, പരിഹസിക്കുന്നവർ കുഫർ സംഭവിക്കും. ഇങ്ങനെ കുഫറും ഷിർക്കും സംഭവിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അത് സംഭവിച്ചുകൂടാ. മറ്റൊന്ന്, പാപങ്ങൾ മനുഷ്യരിൽ നിന്ന് സംഭവിക്കാമെങ്കിലും താൻ ചെയ്യുന്ന പാപം മുഖേന അള്ളാഹുവിൻ്റെ മറ്റൊരു സൃഷ്ടിയുടെ അവകാശത്തെ ധ്വംസിക്കുന്നതാകാൻ പാടില്ല ആ പാപം. ഞാനൊരു പാപം ചെയ്യുന്നു, പക്ഷെ ആ പാപം മുഖേന വേറൊരാൾക്കൊരു നഷ്ടമുണ്ടാകുന്നുണ്ട്, വേറൊരാളുടെ സമ്പത്തിൽ അധിനിവേശം നടത്തുന്നുണ്ട്, അപഹരിക്കുന്നുണ്ട്, ഒരാളുടെ അഭിമാനത്തെ ക്ഷതമേൽപ്പിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരാളുടെ രക്തം ചിന്തുന്നുണ്ട്, അല്ലെങ്കിൽ ഏതൊരു അവകാശമാകട്ടെ മറ്റൊരാളുടെ അവകാശത്തെ ധ്വംസിക്കുന്ന രീതിയിലുള്ള പാപം എന്നിൽ സംഭവിച്ചുകൂടാ. ഇതാണ് അള്ളാഹു അപകട മേഖലയായി പഠിപ്പിച്ചിരിക്കുന്ന തിന്മകളിൽ രണ്ടാമത്തെ ഇനം. അത് സംഭവിക്കരുത് എന്ന് ഒരു വിശ്വാസി തീരുമാനിക്കേണ്ടതുണ്ട്. അള്ളാഹു പറഞ്ഞത് കാണാം, യാ അയ്യുഹന്നാസ് ഇന്നമാ ബഗ്യുകും അലാ അൻഫുസികും, അല്ലയോ ജനങ്ങളെ, നിങ്ങൾ ചെയ്യുന്ന അക്രമങ്ങളുണ്ടല്ലോ, വേറൊരാളെ നിങ്ങൾ ആക്രമിക്കുകയാണ്, അത് സാമ്പത്തികമാകാം, അതല്ലെങ്കിൽ ശാരീരികമാകാം, അഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കുന്നതാകാം, അത് യഥാർത്ഥത്തിൽ നിങ്ങൾ നിങ്ങളുടെ നഫ്സുകൾ ആക്രമിക്കലാണ്, നിങ്ങൾ അപകടത്തിൽ അകപ്പെടുത്തലാണ് അത് മുഖേന ചെയ്യുക. വേറൊരാൾ ആക്രമിക്കുക എന്നുള്ളത് പാടില്ലാത്ത കാര്യമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാൻ അബൂ ദാവൂദ് ഉദ്ധരിക്കുന്ന ഹദീസിൽ, മാ മിൻ ദംബിൻ അജ്ദറു അൻ യുഅജ്ജില അല്ലാഹു തആല ലിസാഹിബിഹി അൽഉഖൂബ ഫി ദുനിയ. ഒരു പാപവുമില്ല. എങ്ങനെയുള്ളതാണ്?
അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പാപം ചെയ്തത് മുഖേന ആ പാപിയെ ദുനിയാവിൽ വെച്ച് തന്നെ അതിൻ്റെ ശിക്ഷ എന്ത് ചെയ്യും? കൊടുക്കാൻ അർഹമായിരിക്കുന്ന ഒരു പാപവുമില്ല. ഏതിനോടുകൂടെ? മഅമാ യദ്ഖിറുഹു ലഹു ഫിൽ ആഖിറ. അതിൻ്റെ ശിക്ഷ ദുനിയാവിൽ മാത്രമല്ല, അതിൻ്റെ ശിക്ഷ ആഖിറത്തിലേക്കും അല്ലാഹുവിന് വേണ്ടി കരുതി വെക്കും. അങ്ങനെയുള്ള ഒരു പാപവുമില്ല. മിസ്ലുൽ ബഗ്യി വ ഖത്ഇഅത്തിർ റഹീം. മറ്റുള്ള ആളുകൾ ആക്രമിക്കുന്നത് പോലെ, അല്ലെങ്കിൽ കുടുംബ ബന്ധങ്ങൾ വിച്ഛേദിക്കുന്നത് പോലെ ഇത് വലിയ പാപമാണ്. ഒരാൾ മറ്റൊരാൾ ആക്രമിക്കുകയാണ്, അതിൻ്റെ ശിക്ഷ അള്ളാഹു ഭൂമിയിൽ അവന് നൽകും എന്നല്ല, ആഖിറത്തിൽ അവന് വേണ്ടിയിട്ട് ശിക്ഷ വീണ്ടും കരുതി വെക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതിൽപ്പെട്ടതാണ് കുടുംബ ബന്ധങ്ങൾ വിച്ഛേദിക്കുക എന്നുള്ളതും. മറ്റൊരു ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, പ്രസിദ്ധമായ ഹദീസാണ്, നമുക്കറിയാവുന്നതാണ്, ആരാണ് പാപ്പരായ ആളുകൾ എന്ന് നിനക്കറിയാവോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു. സഹാബികൾ പറഞ്ഞു, ദീനാറും ദിർഹമും ഇല്ലാത്ത ആളുകളാണ്, അല്ലെങ്കിൽ കൂടുതൽ ജീവിത വിഭവങ്ങളില്ലാത്ത ആളുകളാണ് പാപ്പരായവർ. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എൻ്റെ ഉമ്മത്തിൽ മുഫ്ലിസീങ്ങൾ, എൻ്റെ ഉമ്മത്തിൽ പാപ്പരായ ആളുകൾ യഅതി യൗമൽ ഖിയാമത്തി ബിസ്വലാത്തി, നമസ്കാരവുമായി വരുന്നവരാണ്, വസിയാമിൻ വസകാത്തി, നോമ്പെടുത്തിട്ടുണ്ടാകും ധാരാളം, അതേപോലെ തന്നെ സകാത്ത് കൊടുത്തിട്ടുണ്ടാകും. പക്ഷേ വയഅതി ഖദ് ശതമ ഹാദ, അവ വരുമ്പോൾ ഇന്നയാൾ അവൻ ചീത്ത പറഞ്ഞിട്ടുണ്ട്, വഖദഫ ഹാദ, ഇന്നയാളുടെ മേൽ വ്യഭിചാരാരോപണം നടത്തിയിട്ടുണ്ട്, വഅകല മാല ഹാദ, ഇന്നയാളുടെ സമ്പത്ത് അക്രമമായി ഭക്ഷിച്ചിട്ടുണ്ട്, അതേപോലെ വസഫക ദമ ഹാദ, ഇന്നയാളുടെ രക്തം ചിന്തിയിട്ടുണ്ട് അവൻ, വദറബ ഹാദ, ഇന്നയാൾ അവൻ അടിച്ചിട്ടുണ്ട് കൈകൊണ്ട്. ഫഇൻ ഫനിയത്, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഫയുഅത ഹാദ മിൻ ഹസനാതി, അവൻ എന്ത് ചെയ്യും? ഇവൻ്റെ നന്മകളിൽ നിന്ന് എടുത്തു കൊടുക്കും. ഇവൻ ചെയ്തിരിക്കുന്ന നമസ്കാരം, നോമ്പ്, സകാത്ത്, സ്വതക്കകൾ, പുണ്യകർമ്മങ്ങൾ, ഇതെല്ലാം എന്ത് ചെയ്യും? ഇന്നയാൾക്ക് കൊടുക്കും. വഹാദാ മിൻ ഹസനാതി, ഇന്നയാൾക്ക്, അവൻ അടിച്ചയാൾക്ക് കൊടുക്കും. ആരുടെയാണ് സമ്പത്ത് മോഷ്ടിച്ചത് അവനത് കൊടുക്കും. ഇങ്ങനെ ഇവൻ്റെ നന്മകളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ആക്രമിക്കപ്പെട്ട ആളുകൾക്ക് കൊടുക്കും. ഫഇൻ ഫനിയത് ഹസനാതുഹു ഖബ്ല അൻ യുഖ്ദാ മഅലി, അവൻ്റെ മേലുള്ളതായ ബാധ്യതകൾ തീർന്നുപോയി, ബാധ്യതകൾ അവശേഷിക്കുന്നു, പക്ഷേ ഇതിൻ്റെ നന്മകളെല്ലാം തീർന്നുപോയി. അങ്ങനെയാണ് എങ്കിൽ ഉഖിദ മിൻ ഖതായാഹും ഫതുരിഹത് അലൈഹി, അവരുടെ തിന്മകൾ എടുത്തിട്ട് എന്ത് ചെയ്യും? ഇവൻ്റെ മേൽ ചുമത്തും. സുമ്മ തുരിഹ ഫിന്നാർ, നരകത്തിലേക്ക് അവൻ വലിച്ചെറിയും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. വലിയ അപകടം പിടിച്ചിരിക്കുന്ന കാര്യമാണ്. പാപങ്ങൾ ചെയ്യുന്നു, ആ പാപം ചെയ്യുന്നു, മറ്റുള്ളവരുടെ അവകാശങ്ങളെ ധ്വംസിക്കുന്നതായ പാപങ്ങളാണ്, അത് അപകടം പിടിച്ചതാണ്. മറ്റൊരു ഹദീസ് ഇങ്ങനെയാണ് കാണുന്നത്, ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസിൽ, മൻ കാനത് ഇൻദഹു മദ്ലിമ, മൻ കാനത് ഇൻദഹു മദ്ലിമതുൻ ലി അഖി, നിങ്ങളിൽ ആർക്കെങ്കിലും നിങ്ങളുടെ സഹോദരങ്ങളോട് എന്തെങ്കിലും അക്രമം ചെയ്തിട്ടുണ്ടെങ്കിൽ, അവരുടെ അവകാശങ്ങൾ നിങ്ങൾ ധ്വംസിച്ചിട്ടുണ്ട് എങ്കിൽ, മിൻ ഇർദത്തിൻ ഔ ഷൈഇൻ, അവരുടെ അഭിമാനത്തിൽ ക്ഷതമേൽപ്പിക്കുന്നതാകട്ടെ, അല്ലെങ്കിൽ ഏതെങ്കിലും ആകട്ടെ, അങ്ങനെയുണ്ട് എങ്കിൽ ഫൽയതഹല്ലൽഹു മിൻഹുൽ യൗം, ഇന്നേ ദിവസം തന്നെ നിങ്ങളത് പരിഹാരം കണ്ടുകൊള്ളണം. അതിന് പരിഹാരം ഇന്ന് തന്നെ നിങ്ങൾ കാണണം. ഖബ്ല അല്ലാ യകൂന ദീനാറും വലാ ദിർഹമുൻ, ഒരു ദിവസം വരാനുണ്ട്, ആ ദിവസം വന്നു കഴിഞ്ഞാൽ ദീനാറും ദിർഹമും കൊടുത്ത് കാര്യങ്ങൾ പരിഹരിക്കാൻ സാധിക്കുകയില്ല. അന്ന് കാര്യങ്ങൾ പരിഹരിക്കുമ്പോൾ നന്മയും തിന്മയും പരസ്പരം കൈമാറ്റം ചെയ്തിട്ടായിരിക്കും. അന്ന് പണം കൊടുത്ത് ഒത്തുതീർപ്പാക്കാൻ സാധിക്കുകയില്ല. അങ്ങനെയുള്ള ഒരു നാൾ വരുന്നതിന് മുമ്പ് ഇന്ന് തന്നെ അതിന് പരിഹാരം കണ്ടുകൊള്ളുക എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ ഇനം പാപം, അപകടം മേഖലയാണ്. ഞാനൊരു പാപം ചെയ്യുന്നു, അത് മുഖേന വേറൊരാൾക്ക് ഉപദ്രവം ഉണ്ടാകുന്നുണ്ട്. ചിലപ്പോൾ ഞാൻ അറിഞ്ഞുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അറിയാതെ ആയിരിക്കാം അവനെ ഉപദ്രവിക്കും. അറിയാതെയാണെങ്കിൽ പോലും അത് അവനക്ക് ഉപദ്രവമാണെന്നറിഞ്ഞാൽ ഉടനെ ചെയ്തോളണം, പിന്മാറിക്കോളണം. ഒരാൾ അവൻ്റെ വളപ്പിൽ ഒരു വൃക്ഷമുണ്ട്, ആ വൃക്ഷം അയൽവാസിയുടെ വീടിന് ഉപദ്രവം ഏൽപ്പിക്കുന്നതാണ്, അതറിയാതെ സംഭവിച്ചതാണ്, അവൻ ഉപദ്രവമാണെന്നറിഞ്ഞ് ഉടനെ ചെയ്തോളണം, വെട്ടിമാറ്റിക്കൊള്ളണം. മറ്റൊരാൾക്ക് ഉപദ്രവം ഉണ്ടാക്കുന്ന ഒരു പണി മുസ്ലിമിൽ നിന്നുണ്ടാകാൻ പാടില്ല. മൂന്നാമത്തെ ഇനം, ഈ മേഖലയിൽ മൂന്നാമത്തെ ഇനം പാപം അൽ മആസിൽ ഇദ്മാനിയ, മനുഷ്യനെ അഡിക്റ്റാക്കി കളയുന്ന, അതിൽ തളച്ചിട്ട് കളയുന്ന രീതിയിലുള്ള ചില പാപങ്ങളുണ്ട്. ഈ പാപങ്ങളിലും മനുഷ്യൻ അടുത്തുകൂടാ. അങ്ങനെയുള്ള പാപങ്ങൾ ചെയ്താൽ അതെന്ത് ചെയ്യും? മനുഷ്യനെ നാശത്തിലകപ്പെടുത്തും. അതിലേറ്റവും പ്രധാനമായത് മദ്യപാനമാണ്, അല്ലെങ്കിൽ മറ്റുള്ള ലഹരി വസ്തുക്കൾ. ഇതൊരു സമൂഹത്തിൻ്റെ തന്നെ വലിയ തിന്മയായി മാറിയിരിക്കുകയാണ്, പ്രത്യേകിച്ചും ഈ കാലത്ത്.
ഒരു മനുഷ്യൻ്റെ ബുദ്ധി നശിപ്പിച്ച് കളയുന്ന, അവൻ്റെ സമ്പത്ത് നശിപ്പിക്കുന്ന, അവൻ്റെ കുടുംബം നശിപ്പിക്കുന്ന, സമൂഹത്തെ നശിപ്പിക്കുന്ന, സകലതും തകർത്ത് കളയുന്ന വലിയ പാപമായിട്ടാണ് പരിശുദ്ധ ഖുർആൻ തിരുസുന്നത്ത് ഇതിനെ പഠിപ്പിച്ചിരിക്കുന്നത്. അവൻ്റെ സ്വഭാവത്തെ മ്ലേച്ഛമായ സ്വഭാവമാക്കി മാറ്റും. അത് മുഖേന വലിയ വലിയ പാപങ്ങൾ വരെയും സംഭവിക്കാം. അങ്ങനെയുള്ള മദ്യപാനം പോലുള്ള ലഹരി പദാർത്ഥങ്ങൾ ഇതുപോലുള്ള പാപങ്ങളിലേക്ക് അടുത്തുകൂടാ. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ശക്തമായി താക്കീത് നൽകിയതാണ്. അതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കൂട്ടുകാരിൽ നിന്ന് അകലം പാലിക്കേണ്ടതുണ്ട്. അങ്ങനെയുള്ള കൂട്ടുകെട്ടുകളിൽ അകപ്പെടാതിരിക്കാൻ വിശ്വാസികൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പലപ്പോഴും അതിൻ്റെ തുടക്കം ഒരു രസത്തിനായിരിക്കും. ഒരു കവി പറഞ്ഞത് കാണാം, വകഅസൻ ശരിബ്തു അലാ ലദ്ദ, ഞാൻ ഒരു കപ്പാദ്യം കുടിച്ചു, അത് ഒരു രസത്തിന് കുടിച്ചതാണ്. വഉഖ്റാ തദാവൈതു മിൻഹാ ബിഹാ, പിന്നീട് അത് മുഖേന എനിക്കുണ്ടായ രോഗത്തെ ചികിത്സിക്കാനാണ് രണ്ടാമത് ഞാൻ വീണ്ടും കുടിക്കുന്നത്. അപ്പോൾ അത് അഡിക്റ്റായി മാറും. അതിൽ രക്ഷപ്പെടാൻ സാധിക്കാത്ത അവസ്ഥ വരും. അതുകൊണ്ട് അതുപോലുള്ള വസ്തുക്കളിലേക്ക് നിങ്ങൾ അടുത്തു പോകരുത്. നിങ്ങളുടെ നാശമാണത്. ബുദ്ധിയെ നശിപ്പിക്കുന്നതാണ്, കുടുംബത്തെ നശിപ്പിക്കുന്നതാണ്, സമ്പത്തിനെ നശിപ്പിക്കുന്നതാണ്. നികൃഷ്ട ജീവികളിൽ പെട്ടുപോകും അത് മുഖേന മനുഷ്യൻ. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, കുല്ലു മുസ്കിരിൻ ഖമർ, മനുഷ്യൻ്റെ ബുദ്ധി നശിപ്പിക്കുന്ന, ലഹരി ഉണ്ടാക്കുന്ന സകല കാര്യങ്ങളും അതിന് മദ്യമെന്നാണ് പറയുക. വകുല്ലു മുസ്കിരിൻ ഹറാം, അങ്ങനെ ലഹരി ഉണ്ടാക്കുന്ന സകലതും നിഷിദ്ധം തന്നെയാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അഡിക്റ്റാക്കി കളയുന്ന പാപങ്ങൾ അതിലേക്ക് വിശ്വാസം എടുത്തുകൂടാ. രക്ഷിതാക്കളും സൂക്ഷിക്കേണ്ടതുണ്ട് ഈ വിഷയത്തിൽ. നമ്മുടെ മക്കളുടെ സുഹൃത്ത് ബന്ധങ്ങൾ, അവരുടെ കൂട്ടുകാർ, അവർ ഇടപെടുന്ന സ്ഥലങ്ങൾ, ഇതുപോലുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കാതിരിക്കാൻ രക്ഷിതാക്കൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? വലിയ ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട്. ഇതേ ഗണത്തിൽപ്പെടുന്ന പാപങ്ങളാണ് നിഷിദ്ധമായ ബന്ധങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല നിഷിദ്ധമാക്കിയിരിക്കുന്ന ചില ബന്ധങ്ങളുണ്ട്. അന്യ സ്ത്രീ പുരുഷന്മാർ തമ്മിലുള്ള ബന്ധങ്ങൾ. ഈ ബന്ധവും പലപ്പോഴും അഡിക്റ്റാക്കി കളയുന്നതാണ്. അതിൽ നിന്ന് രക്ഷപ്പെടാൻ എന്ത് ചെയ്യില്ല, പലപ്പോഴും മനുഷ്യർക്ക് സാധിക്കുകയില്ല. അങ്ങനെയുള്ള ബന്ധങ്ങളെയും ഇസ്ലാം ശക്തമായി തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? നിരോധിക്കുന്നുണ്ട്. അതുകൊണ്ട് നിഷിദ്ധമായ രീതിയിൽ അന്യ സ്ത്രീകളിലേക്ക് നോക്കൽ, അന്യ സ്ത്രീകൾ പുരുഷന്മാർ നോക്കൽ ഇസ്ലാം നിഷിദ്ധമാക്കിയിട്ടുണ്ട്. അവരുടെ മുന്നിൽ ഹിജാബ് വേണമെന്ന് നിയമം വെച്ചിട്ടുണ്ട് ഇസ്ലാം. അതേപോലെ തന്നെ അതിൻ്റെ ഏറ്റവും ആത്യന്തികമായ പാപം സിനയാണ്, വ്യഭിചാരം സംഭവിക്കലാണ്. അതിലേക്ക് അടുത്തുകൂടാ എന്ന് പരിശുദ്ധ ഖുർആൻ വിശ്വാസികൾ വിലക്കുന്നുണ്ട്. അതേപോലെ തന്നെ അങ്ങനെ പെട്ടുപോയി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ശിക്ഷ കഠിനമായ ശിക്ഷയാണ്. വിവാഹിതനാണ് എങ്കിൽ അവരെ എറിഞ്ഞു കൊല്ലുക എന്നുള്ളതാണ് ഇസ്ലാം വിധിച്ചിരിക്കുന്ന ശിക്ഷ. അപ്പോൾ അങ്ങനെയുള്ള ബന്ധം അത് അവതാളത്തിലാണ്, മനുഷ്യ നശിപ്പിക്കുന്നതാണ്. ഈ വിഷയത്തിലും വലിയ രീതിയിലുള്ള അപകടങ്ങളിൽ മുസ്ലിം ഉമ്മത്ത് പെട്ടുപോയിട്ടുണ്ട്. സോഷ്യൽ മീഡിയകളുടെ സ്വാധീനം മുഖേനയും പല പല മേഖലയിൽ ഇതുപോലുള്ള ബന്ധങ്ങൾ വളരെ എളുപ്പമാണ് എന്നുള്ള കാരണത്താൽ പല ആളുകളും ഇതുപോലുള്ള ബന്ധങ്ങളിൽ പെട്ടുപോകുന്നു. അത് മുഖേന അവരുടെ കുടുംബങ്ങൾ നശിക്കുന്ന എത്രയോ സംഭവങ്ങളാണ്. എത്രയോ യുവാക്കളാണ്, യുവതികളാണ് ഇതിൻ്റെ പേരിൽ വലിയ നാശത്തിലകപ്പെട്ടു പോകുന്നത്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വലിയ ജാഗ്രത ഈ വിഷയത്തിൽ വേണം. കാരണം സ്വഹാബികളുടെ ജീവചരിത്രം ഇത് പഠിപ്പിക്കുന്നുണ്ട്. എത്രത്തോളം ജാഗ്രതയുള്ളവരായിരുന്നു ഈ വിഷയത്തിൽ സ്വഹാബികളെന്ന് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം. വളരെ പ്രസിദ്ധമായ ഹദീസാണ്. അതിൻ്റെ ചെറിയൊരു ഭാഗം ഞാൻ പറയാം. ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹയുമായി ബന്ധപ്പെട്ട ദുരാരോപണത്തിൻ്റെ കഥ വിവരിക്കുന്ന ഹദീസ്. ആയിഷ റളിയല്ലാഹു അൻഹ മരുഭൂമിയിൽ ഒറ്റപ്പെട്ടു പോയി. ഒരു യാത്രക്കിടയിൽ യാത്രാ സംഘം യാത്ര തുടർന്നു. ആയിഷ ഒറ്റയ്ക്കാണ് മരുഭൂമിയിൽ. ആവശ്യത്തിന് വേണ്ടിയിട്ട് പുറത്ത് നീങ്ങിപ്പോയതായിരിക്കും, പക്ഷേ കൂടെയുള്ളവർ അറിഞ്ഞില്ല. യാത്രാ സംഘത്തിൻ്റെ പിന്നിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാളെ നിയോഗിക്കും, എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ തിരികെ എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നിയോഗിച്ചിരുന്ന സഫ്വാൻ റളിയല്ലാഹു അൻഹുവിനെയാണ്. സഫ്വാൻ റളിയല്ലാഹു അൻഹു വരുന്നതുമായി ബന്ധപ്പെട്ട ചരിത്രം ആയിഷ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. അങ്ങനെ ആയിഷ ഒരു മരത്തിൻ്റെ ചുവട്ടിൽ കിടന്നു ഉറങ്ങിപ്പോയി. ഉറങ്ങുമ്പോൾ മുഖത്തെ ഹിജാബ് എന്ത് ചെയ്തിട്ടുണ്ട്? നീങ്ങിപ്പോയിട്ടുണ്ട്. ഈ സമയത്ത് അദ്ദേഹം വന്ന മാത്രമേ എന്നെ തിരിച്ചറിഞ്ഞു. കാരണം എൻ്റെ മുഖം തുറന്നിട്ടിരിക്കുകയാണ്. എന്നെ കണ്ട മാത്രമേ എന്നെ തിരിച്ചറിഞ്ഞു. എന്നെ എങ്ങനെ തിരിച്ചറിഞ്ഞത്? ആയിഷ ബി പറയാണ്, കാരണം ഹിജാബിൻ്റെ ആയത്തിറങ്ങുന്നതിന് മുമ്പേ അദ്ദേഹം എന്നെ കണ്ടിട്ടുണ്ടായിരുന്നു. ഹിജാബിൻ്റെ ആയത്തിറങ്ങുന്നതിന് മുമ്പേ അദ്ദേഹം എന്നെ കണ്ടിട്ടുണ്ടായിരുന്നു.
ഹിജാബിൻ്റെ ആയത്തിറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ സ്ത്രീകളെ കാണാനുള്ള അവസരമില്ല. ഹിജാബിൻ്റെ ആയത്തിറങ്ങിയതിന് ശേഷം സ്ത്രീകളെ കാണാനുള്ള അവസരമുണ്ടായിരുന്നില്ല. കാരണം സ്ത്രീകൾ വീടിനകത്ത് തന്നെയാണ്. പുറത്തിറങ്ങിയാൽ അവരെന്ത് ചെയ്യുമായിരുന്നു? മുഖം മറയ്ക്കുമായിരുന്നു. അതാണ് ഈ ഹദീസ് പഠിപ്പിക്കുന്നത്. ഹിജാബിൻ്റെ ആയത്തിറങ്ങുന്നതിന് മുമ്പേ അവരെന്നെ കണ്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് എന്ത് ചെയ്തത്? ഈ സമയത്ത് എന്നെ കണ്ടപ്പോൾ തിരിച്ചറിഞ്ഞത്. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നത്. എന്നിട്ടോ ഫസ്തൈഖൗതു ബിസ്തിർജാഇ, അങ്ങനെ അദ്ദേഹം എന്നെ കണ്ട മാത്രയിൽ തിരിച്ചറിഞ്ഞപ്പോൾ തന്നെ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ ഇസ്തിർജാ പറഞ്ഞു. ഈ സമയത്ത് ഞാൻ ഞെട്ടി ഉണർന്നു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞ മാത്രയിൽ ഞാൻ എന്ത് ചെയ്തു? ഞെട്ടി ഉണർന്നു. ഫഖമ്മർതു വജ്ഹി ബിജിൽബാബി, ഉടനെ തന്നെ ഞാൻ എന്ത് ചെയ്തു? എൻ്റെ ജിൽബാബ് കൊണ്ട് മുഖം മറച്ചു കളഞ്ഞു. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസാണ്. ഉടനെ തന്നെ എൻ്റെ ജിൽബാബ് കൊണ്ട് ഞാൻ എൻ്റെ മുഖം മറച്ചു കളഞ്ഞു. വവല്ലാഹി, എന്നിട്ട് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്ന കാര്യമാണ്, വളരെ പ്രസക്തമാണ്, പ്രത്യേകിച്ചും ഈ സോഷ്യൽ മീഡിയ കാലത്ത്. ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, വവല്ലാഹി മാ കല്ലമനി കലിമ, അല്ലാഹുവാണ് സത്യം, ഒരു വാക്ക് പോലും സഫ്വാൻ റളിയല്ലാഹു അൻഹു എന്നോട് സംസാരിച്ചിട്ടില്ല. വലാ സമിഅതു മിൻഹു കലിമതൻ ഗൈറ ഇസ്തിർജാഇ, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് അദ്ദേഹം പറഞ്ഞ വാക്കല്ലാതെ ഒരു വാക്കും അദ്ദേഹത്തിൽ നിന്ന് ഞാൻ കേട്ടിട്ട് പോലുമില്ല. അദ്ദേഹം ഒട്ടകത്തെ കുനിച്ചു കൊടുത്തു. ആയിഷ റളിയല്ലാഹു അൻഹ ഒട്ടകത്തിൻ്റെ മേലേക്ക് കയറി. അദ്ദേഹം താഴെ നിന്നുകൊണ്ട് എന്ത് ചെയ്തു? ഒട്ടകത്തെ നയിച്ചുകൊണ്ട് മദീനയിലേക്ക് പോയി. ഇതാണ് സംഭവിച്ചത്. ഒരു വാക്ക് പോലും സംസാരിച്ചിട്ടില്ല. എത്ര സൂക്ഷ്മതയാണ് സ്വഹാബികൾ പാലിച്ചത്. ചില സലഫുകളുടെ ഉദ്ധരണികളിൽ കാണാം, ഏതെങ്കിലും വ്യക്തികളുടെ ഭാര്യമാരുമായി സംസാരിക്കേണ്ട ആവശ്യം വന്നാൽ ഭർത്താക്കന്മാരുടെ അനുമതി ചോദിക്കുമായിരുന്നു മുൻഗാമികൾ. ഇന്ന് ഈ പറയുന്ന നിയമങ്ങളെല്ലാം ലംഘിക്കപ്പെട്ടു. ഒരു രീതിയിലുമുള്ള നിയമങ്ങളും പാലിക്കാതെ നിഷിദ്ധമായ ബന്ധങ്ങൾ സമൂഹത്തിൽ എന്ത് ചെയ്തിരിക്കുകയാണ്? വളരെ വ്യാപകമായിരിക്കുക. അത് മനുഷ്യൻ നാശത്തിലകപ്പെടുത്തും. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നത് കാണാം, ഓരോ നാടുകളിലേക്കും വലിയ വലിയ ആപത്തുകൾ വന്നിറങ്ങാനുള്ള കാരണം, ഭൂകമ്പങ്ങൾ പോലുള്ള മഹാമാരികൾ പോലുള്ള രോഗങ്ങൾ വന്നിറങ്ങാനുള്ള പ്രധാനപ്പെട്ട കാരണം അന്യ സ്ത്രീ പുരുഷന്മാർ തമ്മിലുള്ള ഇടകലരലുകളാണ്, അനാവശ്യമായ ഇടകലരലുകളാണ്. അത് മുഖേന വലിയ നാശം ഓരോ നാടുകളിലും വന്ന് ഭവിക്കും എന്ന് ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പഠിപ്പിക്കുന്നത് കാണാൻ സാധിക്കും. ഇതുപോലുള്ള ബന്ധങ്ങൾ അപകടങ്ങളാണ്. അതില്ലാത്ത സ്ഥാപനങ്ങളിൽ നമ്മുടെ മക്കളെ പഠിപ്പിക്കാൻ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ മഹല്ലുകൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇത് വലിയ പ്രധാനപ്പെട്ട കാര്യമാണ്. ആണും അന്യരായ സ്ത്രീ പുരുഷന്മാർ തമ്മിലുള്ള നിഷിദ്ധ ബന്ധങ്ങൾ പോലെ തന്നെയാണ് നിഷിദ്ധമായ സ്വർഗ ലൈംഗികതയും ചെയ്യുന്നുണ്ട്. സമൂഹത്തിൽ പ്രചരിപ്പിക്കുന്നുണ്ട് ചില ആളുകൾ. മാതാക്കളെ വിഭജിക്കുന്നവരെയും തിന്മയല്ല എന്ന് പഠിപ്പിക്കുന്ന അപകടം പിടിച്ചിരിക്കുന്ന മതനിഷേധികളായ ഭൗതിക പ്രസ്ഥാനങ്ങൾ ഓരോ നാടുകളിലുമുണ്ട്. ഓരോ ഗ്രാമങ്ങളിലും ഓഫീസിട്ട് കൊടിനാട്ടിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ആളുകളുണ്ട്. ഭൗതികവാദികളായ ആളുകൾ പെങ്ങളുമായി വേണമെങ്കിൽ ലൈംഗികതയിൽ ഏർപ്പെടാം, മാതാക്കളുമായി ലൈംഗികതയിൽ ഏർപ്പെടാം എന്ന് പഠിപ്പിക്കുന്ന ഭൗതിക പ്രസ്ഥാനങ്ങളുണ്ട് ഓരോ നാടുകളിലും. കൊടിനാട്ടി ഓഫീസിട്ടുകൊണ്ട് പ്രവർത്തിക്കുന്നവരുണ്ട്. നമ്മുടെ മക്കളെ സൂക്ഷിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. അത് നിഷിദ്ധമായ ബന്ധങ്ങൾ സ്ത്രീകൾ തമ്മിലാണെങ്കിലും പുരുഷന്മാർ തമ്മിലാണെങ്കിലും. ലൂത്ത് അലൈഹിസ്സലാമിൻ്റെ നാട്ടിലുണ്ടായിരുന്നു ചില ആളുകൾ അങ്ങനെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും കഠിനമായ ശിക്ഷ ഇറക്കിയത് ആ സമൂഹത്തിലേക്കാണ്. ഭൂമി ആ രീതിയിൽ അങ്ങനെ തന്നെ ഉയർത്തി മുകളിലേക്ക് കൊണ്ടുപോയി. അങ്ങനെ തലമി കീഴായിക്കൊണ്ട് അവർ ഭൂമിയിലേക്ക് നശിപ്പിച്ചു, ഭൂമിയിലേക്ക് നീതു ആഴ്ത്തി. അതിനുശേഷം അവിടേക്ക് കൽമഴ വർഷിച്ചുകൊണ്ട് അള്ളാഹു അവരെ നശിപ്പിച്ചു. കഠിനമായ ശിക്ഷയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയത്. സ്ത്രീ പുരുഷന്മാർ വ്യഭിചരിക്കുന്നതിനേക്കാൾ കഠിനമായിട്ടാണ് സ്വർഗലൈംഗികതയെ ഇസ്ലാം കണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇതുപോലുള്ള ബന്ധങ്ങൾ, നിഷിദ്ധമായ ബന്ധങ്ങൾ സംഭവിക്കുന്നതിൽ നിന്ന് സൂക്ഷിക്കുക എന്നുള്ളത്, സൂക്ഷ്മത പാലിക്കുക എന്നുള്ളത് വിശ്വാസികളുടെ മേൽ പ്രധാനപ്പെട്ട ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പോൾ പാപങ്ങളുടെ കാര്യത്തിൽ സൂക്ഷിക്കേണ്ട ഒന്നാമത്തെ കാര്യമാണ് പറഞ്ഞത്. ഒന്നാമത്തെ കാര്യം അള്ളാഹു വരച്ചിരിക്കുന്ന ചുവന്ന നാടാണ്, അതിനപ്പുറത്ത് കിടക്കാതിരിക്കുക. അപകട മേഖലകളുണ്ട്, അതിനെ പ്രവേശിക്കാതിരിക്കുക എന്നുള്ളതാണ്. അതിൽ ഒന്നാമത്തെ കാര്യം ശിർക്ക് കുഫ്ർ പോലുള്ളതായ കാര്യങ്ങളാണ്. മറ്റൊന്ന്, ഞാൻ ചെയ്യുന്ന പാപം മുഖേന വേറൊരാൾക്ക് അപകടം ഉണ്ടാക്കുന്നുണ്ട്, വേറൊരാളുടെ അവകാശത്തെ ദൂഷിക്കുന്നതാണ് എങ്കിൽ ആ പാപം ഞാൻ ചെയ്തുകൂടാ എന്നുള്ളതാണ്. മൂന്നാമത്തേത്, മനുഷ്യനെ അഡിക്റ്റാക്കി കളയുന്ന, തളച്ചിട്ട് കളയുന്ന പാപങ്ങളുണ്ട്, ഇതുപോലുള്ള പാപങ്ങൾ. അതുപോലുള്ള പാപങ്ങളിൽ നിന്നും രക്ഷ പ്രാപിക്കുക എന്നുള്ളതാണ്. കാര്യങ്ങൾ യഥാവിധം മനസ്സിലാക്കി അമൽ ചെയ്യാൻ അല്ലാഹു നമ്മെ തൗഫീഖ് നൽകട്ടെ. വഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.
അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു വസല്ലമ അലാ നബിയ്യിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിനെ തഖ്വ ചെയ്ത് ജീവിക്കാൻ ഒരിക്കൽ കൂടി എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യുന്നു, ഉണർത്തുന്നു. പാപങ്ങളുടെ കാര്യത്തിൽ രണ്ടാമതായി വിശ്വാസികൾ മനസ്സിലാക്കേണ്ട ഒരു ഖായിദ, ഒരു പ്രധാനപ്പെട്ട വിഷയം നമ്മൾ പറഞ്ഞു. പാപങ്ങൾ സംഭവിക്കും മനുഷ്യരിൽ, പക്ഷെ പാപങ്ങളിൽ അടിയുറച്ചു നിൽക്കുക എന്നുള്ളത് പാടില്ലാത്ത കാര്യമാണ്. വലിയ പാപമാകട്ടെ ചെറിയ പാപമാകട്ടെ, ഒരു തെറ്റ് സംഭവിച്ചാൽ അതിൽ അടിയുറച്ചു നിൽക്കുക എന്നുള്ളത്, ഖേദിക്കാതെ പശ്ചാത്തപിക്കാതെ അതിൽ തുടരുക എന്നുള്ളത് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പാടില്ലാത്ത കാര്യമാണ്. അതും അവനെ നാശത്തിലകപ്പെടുത്തുന്ന കാര്യമാണ്. ഒരു പാപത്തിൽ അടിയുറച്ചു നിൽക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഒരു പാപം അത് അവൻ്റെ ജീവിതശൈലിയായി സ്വീകരിക്കുക എന്നതാണ്. അവൻ്റെ ലൈഫ് സ്റ്റൈൽ തന്നെ അങ്ങനെയാണ്, പാപത്തിലാണ്. അവൻ്റെ സമ്പാദ്യമാർഗം പാപത്തിലൂടെയാണ്, പലിശയിലൂടെയാണ്, നിഷിദ്ധമായൊരു ജോലിയാണ്, വഞ്ചനയിലൂടെയാണ് അവൻ്റെ കച്ചവടം. ഇത് അഴിമതിയാണ്, അല്ലെങ്കിൽ കൈക്കൂലി വാങ്ങിക്കൊണ്ടാണ് അവൻ ജീവിക്കുന്നത്. ഇങ്ങനെയുള്ള, അല്ലെങ്കിൽ താടി നിഷിദ്ധമാക്കപ്പെട്ടാണ് താടി ഓടിക്കുക എന്നുള്ളത്. അവൻ പറയണ എൻ്റെ ജോലിയിൽ പ്രയാസമുണ്ടാകും, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു, അത് അവൻ്റെ ജീവിതശൈലിയായി തന്നെ സ്വീകരിച്ചിരിക്കുകയാണ്. ഇങ്ങനെ ജീവിതശൈലിയായി സ്വീകരിക്കുക. അല്ലെങ്കിൽ പാട്ട് കേൾക്കൽ, ചില ആളുകളുടെ ഹോബിയാണ് പാട്ട് കേൾക്കൽ. അവരുടെ പ്രൊഫൈൽ എഴുതി വെച്ചിട്ടുണ്ടാവും, ഹോബി എന്നുള്ള സ്ഥലത്ത് പാട്ട് കേൾക്കും, മ്യൂസിക്കാണ്, നിഷിദ്ധമായ കാര്യമാണ്. പക്ഷെ അത് അവൻ്റെ ജീവിതശൈലിയായി മാറ്റിയിരിക്കുകയാണ്. രാവിലെ മുതൽ അവന് തിന്മ എന്ത് ചെയ്യുന്നു, ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതിനെ സംബന്ധിച്ച് അവനൊരു ഖേദമില്ല, പശ്ചാത്താപബോധമില്ല. പാപങ്ങളെ ജീവിതശൈലിയാക്കി മാറ്റുന്ന ആളുകൾ, ഇത് അപകടം പിടിച്ചിരിക്കുന്ന കാര്യമാണ്. നമ്മൾ പറഞ്ഞു, മനുഷ്യന്മാർ പാപം ചെയ്യും, വിശ്വാസികളാണെങ്കിലും പാപം ചെയ്യും, അള്ളാഹുവിൻ്റെ വലിയകളാണെങ്കിലും എന്ത് ചെയ്യാം, പാപങ്ങൾ സംഭവിക്കാം. കാരണം ഖുർആൻ പറയുന്നത് കാണാം, ഇന്നല്ലദീന തഖൗ, തഖ്വയുള്ള ആളുകൾ, തീർച്ചയായും മുത്തഖീങ്ങളായ ആളുകൾ, ഇദാ മസ്സഹും ത്വായിഫും മിനശ് ശൈത്താൻ, ശൈത്താൻമാരുടെ ഒരു സംഘം അവരെ പിടികൂടിയാൽ, അവർ വിശ്വാസിലാക്കി, അങ്ങനെ ഒരു തിന്മ ചെയ്തു. തഖ്വയുള്ള ആളുകൾ തിന്മ ചെയ്താൽ, തഖ്വയുള്ള ആളുകൾക്കൊന്നും പറ്റൂ, തിന്മ സംഭവിക്കുമെന്നാണ് ഖുർആൻ പറയുന്നത്. തഖ്വയുള്ള ആളുകൾക്ക് തിന്മ സംഭവിച്ചാൽ തദക്കറു, ഉടനെ അവരെന്ത് ചെയ്യും, ഉറ്റാലോചിക്കും, ഉണർന്നെഴുന്നേൽക്കും. അതിനെ സംബന്ധിച്ച് അവർ ബോധമുള്ളവരാകും, ഖേദമുള്ളവരാകും, പശ്ചാത്താപബോധമുള്ളവരാകും. അപ്പോൾ ഇതാകും സുറൂൻ, എന്നിട്ട് അവർ ഉൾക്കാഴ്ചയുള്ള ആളുകളായി മാറും. ഇതെന്നെ അപകടത്തിൽ കൊണ്ടെത്തിക്കുന്നതാണല്ലോ എന്നുള്ള ബോധം എന്ത് ചെയ്യും, അവർക്ക് വരും എന്നാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. അപ്പോൾ പാപം സംഭവിക്കും, പക്ഷെ എന്ത് തോന്നണം, ഖേദമുണ്ടാകണം, പശ്ചാത്താപം ഉണ്ടാകണം. അത് ജീവിതശൈലിയായി സ്വീകരിക്കുക എന്നുള്ളത് പാടില്ലാത്ത കാര്യമാണ്. കഴിഞ്ഞ ഖുതുബയിൽ ഞാൻ സൂചിപ്പിച്ച മുസ്തഖീമായ വഴിയിലൂടെയാണ് വിശ്വാസം സഞ്ചരിക്കേണ്ടത്. ഇടയ്ക്ക് ചിലപ്പോൾ എന്ത് ചെയ്യാം, വഴിതെറ്റാം. പാപങ്ങൾ സംഭവിക്കുന്നത് വഴിതെറ്റലാണ്. വഴിതെറ്റി എന്ത് ചെയ്തോണം, തിരിച്ചു വഴിയിലേക്ക് ചെയ്യണം. ഒരാൾ ഒരു യാത്ര പോകുന്നു, വളരെ പ്രധാനപ്പെട്ട യാത്ര, വാഹനവും എടുത്തിറങ്ങി, പകുതി എത്തിക്കുന്നു, വാഹനം ബ്രേക്ക് ഡൗൺ ആയി, കംപ്ലൈൻറ്റുകൾ വന്നു. എന്ത് ചെയ്യും, യാത്ര ഒഴിവാക്കി തിരിച്ചു വരിക എന്നുള്ളതാണ് ചെയ്യുക. അവനവൻ്റെ വാഹനം ശരിയാക്കുമെന്നിട്ട് എന്ത് ചെയ്യും, വീണ്ടും യാത്ര തുടരും. അല്ലെങ്കിൽ വേറൊരു വാഹനം സംഘടിപ്പിക്കുന്നിട്ട് എന്ത് ചെയ്യും, ലക്ഷ്യത്തിലെത്തിച്ചേരാൻ വേണ്ടിയിട്ട് അവൻ യാത്ര ചെയ്യും. ചില ആളുകൾ പാപത്തിൽ അകപ്പെട്ട് കഴിഞ്ഞാൽ തീർന്നു എന്നാണ് അവൻ്റെ വിചാരം. ഞാൻ നാശത്തിലായി, അള്ളാഹുവിനെ വെറുക്കുന്നു, അതുകൊണ്ട് എനിക്ക് മോചനമില്ല എന്ന് കഴിഞ്ഞിട്ട് പാപത്തിൽ തന്നെ തുടരും. ഇത് പാടില്ല. പാപത്തിൽ അകപ്പെട്ടോ ശരിയായ വഴിയിലേക്ക് വീണ്ടും എത്തണം. എന്നിട്ട് മുസ്തഖീമായ വഴിയിലൂടെ അവൻ്റെ ലക്ഷ്യത്തിലെത്താൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, അവൻ പരിശ്രമിക്കണം. ഇതാണ് തഖ്വയോടെയാണ് ചെയ്യേണ്ടത്. ഇതാണ് വിശ്വാസിയായ മനുഷ്യൻ ചെയ്യേണ്ടത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം, ലാ സഗീറത മഅൽ ഇസ്റാർ, ഒരാൾ ചെയ്യുന്ന പാപം ഒരു ചെറിയ പാപമാണ്, പക്ഷേ തുടരെ എപ്പോഴും അവരത് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് ചെറിയ പാപമല്ല, അതെന്തായി മാറി, അത് വലിയ പാപമായി മാറി. വലിയ പാപമായി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും, അത് അവനെ നാശത്തിൽ കൊണ്ടെത്തിക്കും എന്നുള്ളതാണ്. പല ആളുകളും ഇങ്ങനെയുള്ള പാപങ്ങളിൽ തുടരാൻ പ്രധാനമായിട്ട് രണ്ട് കാരണങ്ങൾ പറയലുണ്ട്. ഒന്നാമതായിട്ട് അവർ പറയൽ, ഞാൻ എൻ്റെ ഈ പണി ഉപേക്ഷിച്ചാൽ, അല്ലെങ്കിൽ ചില ആളുകൾ പറയും അവർക്ക് തൗഹീദും സുന്നത്തും മനസ്സിലായി കാണും, തൗഹീദാണ് ശരി, തൗഹീദിൻ്റെ ആളുകളാണ് സത്യം എന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ടാവും. പക്ഷെ എന്ത് ചെയ്യില്ല, തൗഹീദ് പറയുന്ന സുന്നത്ത് പറയുന്ന പള്ളികളിലേക്ക് അവർ വരികയില്ല. കാരണം എന്താ, ഞാൻ അവിടെ പോയി കഴിഞ്ഞാൽ എൻ്റെ കച്ചവടത്തിൽ ഇടിവ് സംഭവിക്കും, അല്ലെങ്കിൽ എൻ്റെ കുടുംബക്കാരെന്നെ ഒറ്റപ്പെടുത്തും, എൻ്റെ നാട്ടുകാരെന്നെ ചീത്ത പറയും. അതുകൊണ്ട് അവരെന്ത് ചെയ്യില്ല, അത് സ്വീകരിക്കാൻ തയ്യാറാവുകയില്ല. ആ തിന്മ വിട്ടിട്ട് നന്മയിലേക്ക് വരാൻ അവർ സന്നദ്ധരാവുകയില്ല. അല്ലെങ്കിൽ ഒരു ജോലി, അവൻ ചെയ്യുന്ന ജോലി മോശപ്പെട്ട ജോലിയാണ്, എൻ്റെ വരുമാനം അതാണ്, എൻ്റെ കുടുംബത്തെ പോറ്റാൻ എനിക്കത് വേണം, ഞാനത് വിട്ടാൽ ഞാൻ എന്ത് ചെയ്യും, പട്ടിണിയിലാകുമെന്നാണ് അവർ പറയുന്ന ന്യായം. ഇത് അപകടം പിടിച്ചിരിക്കുന്ന ന്യായമാണ്. ഇസ്ലാം പഠിപ്പിക്കുന്ന കാര്യം, അല്ലാഹു സുബ്ഹാനഹു വ തആല നീ ഈ പാപം ചെയ്തുകൊണ്ടിരിക്കെ, നീ പലിശയുടെ സമ്പത്ത് ഭക്ഷിച്ചുകൊണ്ടിരിക്കെ, നീ ശിർക്കിൻ്റെ ആളുകളുമായി കൂട്ടുകൂടിയിരിക്കെ,
സുന്നത്തിന് പിന്തുടരാത്ത ആളുകളുടെ കൂടെ നിങ്ങൾ പോയിക്കൊണ്ടിരിക്കും. അള്ളാഹു ചെയ്യുന്നുണ്ട്, നിനക്ക് അന്നം നൽകുന്നുണ്ട്, നിനക്ക് റിസ്ക് നൽകുന്നുണ്ട്. അത് ഉപേക്ഷിച്ചുകൊണ്ട് നീ അള്ളാഹുവിൻ്റെ തൃപ്തിയുള്ള വഴിയിലേക്ക് വന്നാൽ അള്ളാഹു നിന്നെ കൈവെടിയുമെന്ന് നീ വിചാരിക്കണോ? ഞാൻ ഒരിക്കലും വിചാരിക്കാൻ സാധിക്കൂല. നീ തിന്മ ചെയ്തുകൊണ്ടിരിക്കുക, അള്ളാഹു നിനക്ക് എന്ത് ചെയ്യുന്നുണ്ട്? മക്കളെ തരുന്നുണ്ട്.